ഈ ഫോട്ടോയിൽ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു രക്ഷയില്ല അല്ലേ? പോട്ടെ, ഈ ഫോട്ടോ നോക്കും. നമ്മൾ മലയാളികൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണുന്ന 2 ഐറ്റംസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഞാൻ പറയാം. ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്നത് ഒരു ഗ്ലാസ് ചായയാണ്. രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്നത് നമ്മളുടെ ഫേവറേറ്റ് പൊറോട്ടയാണ്. ഇതെങ്ങനെ എടുത്തേന്നല്ലേ ഇൻട്രോ റോൾ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ആസിഫ് എം എസ് ബിസിനസ്. സോ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാക്രോ ലെൻസുകളെ പറ്റിയാണ്. സോ നമ്മളൊക്കെ പണ്ട് ഹോബിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളുടെ ഈ ഫോണിന്റെ ലെൻസുകളിലൊക്കെ മാക്രോ അറ്റാച്ച്മെന്റ്സ് ട്രൈ ചെയ്ത് ഒരു പൊടിക്കൈകളൊക്കെ നോക്കിയിട്ടുണ്ടാവും, ശരിയല്ലേ? സോ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്, അതായത് മാക്രോ എന്ന് പറഞ്ഞ പേർപ്പസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാക്രോ ലെൻസുകൾ നമ്മളുടെ ക്യാമറാസിന് അവൈലബിൾ ആണ്. സോ എന്താണ് മാക്രോ ഫോട്ടോഗ്രഫി? ഇത് ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 85mm ലെൻസാണ്. അപ്പോൾ ഈ ലെൻസ് ഞാൻ ക്യാമറയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ ലെൻസുകൾക്കും ഒരു ക്ലോസ് ഫോക്കസ് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ ലെൻസിന്റെ എത്രത്തോളം അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് ഈ ലെൻസിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ക്ലോസ് ഫോക്കസിങ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ സാധാരണ ലെൻസുകൾക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ഫോൺ ക്യാമറകൾക്കാണെങ്കിലും ആ ഒരു ഡിസ്റ്റൻസ് മേ ബി ഒരു 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 70 സെന്റിമീറ്റർ അത്രയൊക്കെ ഒരു വലിയൊരു ലെങ്ത് ആയിരിക്കും, വലിയൊരു ഡിസ്റ്റൻസ് ആയിരിക്കും ക്ലോസ് ഫോക്കസിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മാക്രോ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര അടുത്തായിരിക്കും. ഒരു ക്യാമറയിൽ മാക്രോ ലെൻസ് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ലെൻസ് വെച്ച് നമുക്ക് വളരെ അടുത്തുള്ള ഒബ്ജക്ട്സിനെ വരെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുവരെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഫോട്ടോസ് ഭയങ്കര മാഗ്നിഫൈഡ് ആയിട്ട് തോന്നും. ഇനി എൻ്റെ പേഴ്സണൽ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ലുമിക്സിന്റെ 100mm f2.8 മാക്രോ ലെൻസാണ് എനിക്ക് ട്രൈ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയത്. ഇത് ഞാൻ എൻ്റെ കുറച്ച് ക്ലയൻറ്റ് ഷൂട്ട്സിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഫുഡ് ഫോട്ടോഗ്രാഫി, ഫുഡ് വീഡിയോഗ്രാഫി ആയതുകൊണ്ട് ഞാൻ കൂടുതലും ട്രൈ ഔട്ട് ചെയ്തത് ഫുഡിലാണ്. പക്ഷേ മാക്രോ ഫോട്ടോഗ്രാഫിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് മാത്രമൊന്നും അല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞ് പ്രാണികളും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സും അതേപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് മാക്രോ ലെൻസുകൾക്ക്. നിങ്ങൾക്കൊരു മാക്രോ ലെൻസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മാഗ്നിഫിക്കേഷൻ റേഷ്യോ. ഞാൻ ട്രൈ ഔട്ട് ചെയ്ത ലുമിക്സിന്റെ 100mm ലെൻസിന്റെ ഈ റേഷ്യോ വരുന്നത് 1:1 ആണ്. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കണക്കറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ 1:1 മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ലുമിക്സ് S5 ആണ്. അപ്പോൾ അതിനൊരു ഫുൾ ഫ്രെയിം സെൻസറാണുള്ളത്. ഈ ഫുൾ ഫ്രെയിം സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിഡ്ത് വരുന്നത് 36mm ആണ്. അപ്പോൾ ഈ സെൻസറിന്റെ മുമ്പിൽ ഞാൻ 10mm വിഡ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഈ സെൻസറിൽ ആ സെയിം 10mm തന്നെ ആയിരിക്കും ക്യാപ്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ 1:1 മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി 1:2, 2:1 ഇങ്ങനെ ഒരുപാട് മാഗ്നിഫിക്കേഷൻ റേഷ്യോസ് ഉണ്ട്. അതായത് 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിൽ പ്രൊജക്ട് ചെയ്യുന്ന ഇമേജ് ആക്ച്വൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഡബിൾ സൈസ് ആയിട്ടായിരിക്കും സെൻസറിൽ പ്രൊജക്ട് ചെയ്യുന്നത്. പിന്നെ 1:2 മാഗ്നിഫിക്കേഷൻ റേഷ്യോ ഉണ്ട്, അതായത് ഹാഫ് ദ സൈസ് ആയിരിക്കും. ഇങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ റേഷ്യോ വർക്ക് ചെയ്യുന്നത്. ഒരു നല്ല മാക്രോ ലെൻസിന് 1:1 അല്ലെങ്കിൽ അതിന് മേളിലേക്കോ മാഗ്നിഫിക്കേഷൻ റേഷ്യോ എന്തായാലും ഉണ്ടായിരിക്കും. ഇനി ഈ ലെൻസിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് വിത്ത് ദിസ് ലെൻസ്. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് അല്ല. നമ്മൾ സാധാരണ ഒരു 50mm ലെൻസ് യൂസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് യൂസ് ചെയ്യണ പോലെയോ ഒന്നും അല്ല ഈ ഒരു മാക്രോ ലെൻസിന്റെ പേഴ്സ്പെക്റ്റീവ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡീറ്റെയിലേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടെക്സ്ചേഴ്സ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഫണ്ണാണ് ഈ ഒരു ലെൻസ്. അപ്പോൾ ഈ ലെൻസിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ മേജർ ആയിട്ടുള്ള എല്ലാ ക്യാമറ ബ്രാൻഡ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഇത് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മാക്രോ ലെൻസ് ആണ്. ഇത് ഏകദേശം 300 grams മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ കാനണും സോണിക്കും നിക്കോണും എല്ലാം മാക്രോ ലെൻസസ് അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാം ഇതിന്റെ ഡബിളോ അല്ലെങ്കിൽ അതിന് മേലേക്കോ ഒക്കെ വെയിറ്റ് വരുന്ന ലെൻസുകളാണ്. കുറച്ച് ചിങ്കി ചോങ്കി ആയിട്ടുള്ള ലെൻസുകളാണ് എല്ലാം. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുമിക്സിന് കുറച്ച് പ്രൈം ലെൻസുകൾ ഉണ്ട്, 35, 24, 18. അപ്പോൾ ഇത് ലുമിക്സിന്റെ 85mm വരുന്ന പ്രൈം ലെൻസ് ആണ്. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. യെസ്, സോ ദിസ് ഇസ് 85mm ലെൻസ്.
അപ്പോൾ ലുമിക്സിന്റെ എല്ലാ പ്രൈം ലെൻസുകളുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ലെൻസുകളും ഈ സൈസും ഏകദേശം ഈ സെയിം വെയിറ്റുമാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 35mm ലെൻസിലാണ്, ഇത് 85mm ആണ്. ഈ രണ്ട് ലെൻസും ഒരേ സൈസാണ്. ഈ മാക്രോ ലെൻസും, അതായത് ഈ 100mm മാക്രോ ലെൻസും ഈ സെയിം സൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൾട്ടിപ്പിൾ പ്രൈം ലെൻസുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഗിംബലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലെൻസുകൾ റീപ്ലേസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഗിംബല് വീണ്ടും റീബാലൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കാണുന്ന ലെൻസിനേലും ഒരു എക്സ്ട്രാ കൺട്രോൾ കൂടി ഉണ്ട് ഈ ലെൻസിന്റെ സൈഡിൽ. അത് ഫോക്കൽ റേഞ്ച് ലിമിറ്റർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്രോ ലെൻസുകൾക്ക് അടുത്ത് ഫോക്കസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഈ ലെൻസിന്റെ ക്ലോസ് ഫോക്കസിംഗ് ഡിസ്റ്റൻസ് വരുന്നത് 20.4 സെന്റിമീറ്റർ മാത്രമാണ്. നമ്മൾ ക്ലോസ് ഫോക്കസിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ക്യാമറയുടെ സെൻസർ തൊട്ട് പുറത്തേക്കാണ്. അപ്പോൾ 20.4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ലെൻസിന്റെ വളരെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് ഇതിന് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലെൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോക്കൽ റേഞ്ച് ലിമിറ്റർ എന്ന് പറഞ്ഞൊരു ടോഗിൾ ഉണ്ട്. അത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോരോ ഫോക്കസ് റേഞ്ചുകൾ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 3 ടോഗിൾസ് ആണ് ഉള്ളത്. ഇതിൽ ഏറ്റവും റൈറ്റിലുള്ള ടോഗിൾ എന്ന് പറയുന്നത് 0.204 മീറ്റർ തൊട്ട് 0.5 മീറ്റർ വരെയാണ് ആ ഫോക്കസ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. മൂന്നാമത്തെ ടോഗിൾ എന്ന് പറയുന്നത് ഫുൾ ഫോക്കസ് റേഞ്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു മാക്രോ ലെൻസ് യൂസ് ചെയ്യുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഭയങ്കര മാഗ്നിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഫസ്റ്റ് ടോഗിളിലേക്ക് ഇടുകയാണെങ്കിൽ ആ മാക്രോ റേഞ്ചിൽ മാത്രം ഈ ലെൻസ് ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഇതൊരു സാധാ ടെലിഫോട്ടോ ലെൻസായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് അകലെ നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ ആണ് നമ്മൾക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഫുൾ റേഞ്ചിലേക്ക് ഇടാം, അല്ലെങ്കിൽ ആ 0.5 മീറ്റർ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ആ ഒരു ഫോക്കൽ റേഞ്ചിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് മാക്രോ അല്ലാത്ത നമ്മുടെ ഒരു നോർമൽ റേഞ്ച് കവർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ലെൻസ് ഒരു മാക്രോ ലെൻസ് എന്നതിലപ്പുറം ഒരു എക്സലന്റ് ടെലിഫോട്ടോ ലെൻസ് കൂടിയാണ്. 100mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന ആ ഒരു കംപ്രഷനും കളേഴ്സിന്റെ ആ ഒരു കോൺട്രാസ്റ്റും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഷാർപ്പാണ് ഈ ലെൻസ്. ആൻഡ് ഇതിലെ ഫോക്കസും കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ലുമിക്സ് S5 ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് പഴയ ബോഡിയാണ്. ലുമിക്സിന്റെ പുതിയ ബോഡീസിൽ ഈ ലെൻസ് കുറെ കൂടെ ഫാസ്റ്റർ ആണ് എന്നാണ് എൻ്റെ ടെസ്റ്റിംഗിൽ വ്യക്തമായത്. ഇനി ഫൈനലി ഈ ലെൻസിന്റെ പ്രൈസിംഗിലേക്ക് കടക്കാം. സോ ഫോട്ടോഗ്രാഫി ഒരു എക്സ്പെൻസീവ് ഹോബിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. സോ മാക്രോ ലെൻസുകൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ലെൻസുകളാണ്. ഹെവി ഇൻ ദ സെൻസ് ഓഫ് ഒരുപാട് ഗ്ലാസ് എലമെന്റ്സ് ഉണ്ടാവും മാക്രോ ലെൻസുകളുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറലി മാക്രോ ലെൻസുകൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ലെൻസിന്റെ പ്രൈസ് വരുന്നത് 90,000-ന്റെയും 95,000-ന്റെയും ഒക്കെ ഇടയിലായിട്ടാണ്. ഇതിന് MRP വരുന്നത് 1 ലക്ഷത്തിന് മേലെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ കാനണിലും സോണിയിലും ഒക്കെ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഓപ്ഷൻസിലും ഇതിനേലും കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ ലെൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കൊരു മാക്രോ ലെൻസ് വേണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലുള്ള ഒരു ലെൻസ് റെന്റ് ഔട്ട് ചെയ്ത് നോക്കുക. റെന്റ് ഔട്ട് ചെയ്ത് ഒരു 1-2 ദിവസം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു പർച്ചേസിങ് എന്നുള്ളൊരു ഘടകത്തിലേക്ക് കടക്കുക. പക്ഷേ ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ടുള്ളവർക്ക്, ഒരു കൗതുകമായിട്ടുള്ളവർക്ക് ഈ ലെൻസ് നല്ലോണം ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ അത്രയൊക്കെയാണ് മാക്രോ ഫോട്ടോഗ്രാഫിയുടെയും ഈ ഒരു സ്പെസിഫിക് ലെൻസിന്റെയും വിശേഷങ്ങൾ. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് വിത്ത് ദിസ് ലെൻസ്. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്, ആൻഡ് യു ഗൈസ് ടേക്ക് കെയർ.